പാദവാർഷിക പരീക്ഷ, അതായത് ക്രിസ്മസ് എക്സാമിൻ്റെ 6ാം ക്ലാസ് അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസിൻ്റെ ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും ഇംഗ്ലീഷിലും ഇതിൻ്റെ ഉത്തരങ്ങൾ പറയുന്നതായിരിക്കും കേട്ടോ. നോക്കൂ, പ്രവർത്തനം 1. ആദ്യത്തെ പ്രവർത്തനത്തിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഒരു ആവാസ വ്യവസ്ഥയിൽ ഉൾപ്പെട്ട ജീവികളെ താഴെ നൽകിയിരിക്കുന്നത്. എന്തൊക്കെ ജീവികളാണ്? സിംഹം, കഴുകൻ, പുഴു, മാൻ, മുള, കുറുക്കൻ, പുല്ല്, മുയൽ, മയിൽ. ഈ ജീവികളെ ഉൾപ്പെടുത്തി ഏതെങ്കിലും 2 ആഹാര ശൃംഖലകൾ ഫുഡ് ചെയിൻ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഫുഡ് ചെയിൻ്റെ ഏറ്റവും ആദ്യം എപ്പോഴും വരിക ആരായിരിക്കും? പുല്ല്, പ്ലാന്റ്സ് ആയിരിക്കും. പ്ലാന്റ്സ് ആണ് എന്തെന്ന് പറയണത് അല്ലേ? പ്രൈമറി അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് ഏതാണ്? പുല്ലാണ് എഴുതേണ്ടത്. പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആരാണ്? പുല്ലാണ്. പുല്ല് എഴുതുക. അതിന് ശേഷമോ പുല്ല് കഴിക്കുന്നത് എന്താണ്? മുയലിനെ എഴുതാം. മുയലിനെ ആര് കഴിക്കും? മുയലിനെ എന്താണ്? കുറുക്കൻ കഴിക്കുന്നു വിചാരിക്കുക. കുറുക്കനെ ആരാണ്? സിംഹം. നിങ്ങൾക്ക് എഴുതാം. ഓക്കെ അല്ലേ? രണ്ടാമത് ഇനി മുയലിന് പകരം നിങ്ങൾക്ക് കഴുകൻ എന്ന് എഴുതിയാലും മുയൽ കഴിഞ്ഞിട്ട് കഴുകൻ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാം. വേറൊരു ഫുഡ് ചെയിൻ പറഞ്ഞേ. പുല്ലിനെ എന്ത് കഴിക്കും? പുഴു കഴിക്കും. പുഴുവിനെ മയിൽ കഴിക്കും. മയിലിനെ സിംഹം കഴിക്കും. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഫുഡ് ചെയിൻ ഉണ്ടാക്കാം. അല്ല, ആദ്യം ഏതിനെ കഴിക്കുന്നു എന്ന രീതിയിൽ വേണം ഉണ്ടാക്കാൻ. എപ്പോഴും ആദ്യം ആരാണ് വരിക? പ്ലാന്റ്സ് അല്ലേ? ഇനി നോക്കൂ, ബി ക്വസ്റ്റ്യൻ നോക്കൂ. എല്ലാ ആഹാര ശൃംഖലകളുടെയും ആദ്യ കണ്ണി ഏതായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യ കണ്ണി എന്ന് പറയുന്നത് എപ്പോഴും ആരായിരിക്കും? ഹരിത സസ്യങ്ങൾ അല്ലേ? പ്ലാന്റ്സ് ആയിരിക്കും. നമ്മളിപ്പോൾ പറഞ്ഞോളൂ, ഹരിത സസ്യങ്ങൾ അല്ലെങ്കിൽ പ്ലാന്റ്സ്. ഇനി മുകളിൽ നൽകിയിരിക്കുന്ന ജീവികളിൽ നിന്നും ഉൽപാദകരെയും ഉപഭോക്താക്കളെയും കണ്ടെത്തി പട്ടികപ്പെടുത്താനാണ് പറഞ്ഞതാണ്. അപ്പോൾ ഉൽപാദകർ ആരൊക്കെയാണ്, ഉപഭോക്താക്കൾ ആരൊക്കെയാണെന്നാണ് എഴുതേണ്ടത്. ഉൽപാദകർ ആരൊക്കെയാണ്? പുല്ലാണല്ലേ. ഉപഭോക്താവ്, പുല്ല് കഴിക്കുന്ന ആളാരാണ്? പുഴു അല്ലെങ്കിൽ ആരാണ്? മുയൽ അല്ലെങ്കിൽ മാൻ. അങ്ങനെ നിങ്ങൾ ഉൽപാദകരെയും ഉപഭോക്താക്കളെയും കണ്ടെത്തി പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രൊഡ്യൂസേഴ്സിനും കൺസ്യൂമേഴ്സിനും അല്ലേ? കൺസ്യൂമേഴ്സിനും ഉൽപാദകരിനും ഉപഭോക്താക്കളിനും 2ആയിട്ട് തിരിച്ചെഴുതണം. പുല്ലാണ് ഇതിലെന്ത്? പ്രൊഡ്യൂസർ അല്ലേ? അപ്പോൾ പ്രൈമറി കൺസ്യൂമർ ഉണ്ട്, സെക്കൻഡറി കൺസ്യൂമർ ഉണ്ട്, ടെർഷറി കൺസ്യൂമർ ഉണ്ട്. നമ്മൾ പഠിച്ചേക്കണേണ്. അപ്പോൾ പുല്ല് ആര് കഴിക്കണമെന്നാണ് പറഞ്ഞേ? മുയൽ അല്ലേ? മാൻ. അപ്പോൾ ഇവരൊക്കെയാണ് എന്ത്? കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഓരോന്നും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രവർത്തനം 2. പൽചക്രങ്ങളുടെ ക്രമീകരണം നിരീക്ഷിക്കുക. അവിടെ പൽചക്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കൂ. വേഗത ഏറ്റവും കുറച്ച് പ്രവർത്തിക്കേണ്ട ഉപകരണ ഭാഗവുമായി മുകളിലുള്ള ഏത് പൽചക്രമാണ് ബന്ധിപ്പിക്കേണ്ടത്? അപ്പോൾ വേഗത ഏറ്റവും കുറച്ച് പ്രവർത്തിക്കേണ്ട ഉപകരണ ഭാഗം ഏത് പൽചക്രവുമായാണ് ബന്ധിപ്പിക്കേണ്ടത്? 4th അല്ലേ? 4ാമത്തെ പൽചക്രവുമായിട്ട്. വളരെ വേഗത്തിൽ പ്രവർത്തിക്കേണ്ട ഉപകരണ ഭാഗം ഏത് പൽചക്രവുമായാണ് ബന്ധിപ്പിക്കുന്നത്? 2ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ഏതായിരിക്കും? 3rd, 3ാമത്തെ ആയിരിക്കും. 3ാമത്തെ പൽചക്രവുമായിട്ടായിരിക്കും എന്ത് ചെയ്യേണ്ടത്? ബന്ധിപ്പിക്കേണ്ടത്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഒരേ ദിശയിൽ ചലിക്കുന്ന പൽചക്രങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. അപ്പോൾ ഒരേ ദിശയിൽ ഇത് ചെയ്യുന്നത് ഏതായിരിക്കും? ഒരേ ദിശയിൽ 1ഉം 2ഉം. പിന്നെ ഏതാണ് ഒരേ ദിശയിൽ ചലിക്കുന്നത്? 1ഉം 3ഉം. 1ഉം 2ഉം അല്ല. ഏതൊക്കെയാണ്? 1ഉം 3ഉമാണ്. 1ഉം 3ഉം. പിന്നെ ഏതാണ്? 1ഉം 3ഉം. പിന്നെ 2ഉം 4ഉം. 1 and 3ഉം 2 and 4ഉം. അപ്പോൾ ഒരേ ദിശയിൽ ചലിക്കുന്നത് ഏതൊക്കെയാണ്? 1ഉം 3ഉം 2ഉം 4ഉമാണ്. ക്ലിയർ അല്ലേ? ഇനി സി ക്വസ്റ്റ്യൻ നോക്കൂ. പൽചക്രങ്ങളുടെ ഏതെങ്കിലും 2 ഉപയോഗങ്ങൾ എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഇപ്പം നമ്മൾ പറഞ്ഞതിൽ തന്നെ ഉണ്ട് അല്ലേ? ഇതിലൊന്ന് നമ്മുടെ വേഗത ഏറ്റവും കുറയ്ക്കാനും കൂട്ടാനും ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ സ്പീഡ് അല്ലേ? സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും അല്ലേ? ചലനവേഗം എന്താണ്? കുറയ്ക്കാനും കൂട്ടാനും വർദ്ധിപ്പിക്കാനും അല്ലേ? സ്പീഡ് എന്താണ്? ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും. പിന്നെയോ നമ്മുടെ ഡയറക്ഷൻ, 2ാമത്തെ ഒരേ ദിശയിൽ ചലിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ അടുത്ത ഉദ്ദേശം എന്ത് തന്നെയായിരിക്കും? ഡയറക്ഷൻ തന്നെയായിരിക്കും. അപ്പോൾ എന്താണ്? നമ്മുടെ ചലനദിശ മാറ്റാൻ. ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ എഴുതാം അല്ലേ? ചലനദിശ മാറ്റാനും, അതായത് ഡയറക്ഷൻ
മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ മാറ്റാനും അല്ലേ, സ്പീഡും ഡയറക്ഷനും ചേഞ്ച് ചെയ്യാൻ. ക്ലിയർ ആയോ? 3 നോക്കൂ. ഒരു പ്രദേശത്തെ ആവാസ വ്യവസ്ഥകൾക്ക് 50 വർഷം കൊണ്ട് സംഭവിച്ച മാറ്റങ്ങളാണ് പട്ടികയിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ വർഷം തന്നിട്ടുണ്ട് 1974. 1974 കുളങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? 15, തോടുകൾ 12, കാവുകൾ 10, വയലുകളോ 54 ഏക്കർ. അപ്പോൾ 2024 ആയപ്പോഴേക്കും കുളങ്ങൾ എത്രയായി? 4 എണ്ണമായി ചുരുങ്ങി, തോടുകൾ 3 എണ്ണമായി, കാവുകൾ 2 എണ്ണമായി, വയലുകൾ 17 ഏക്കറോളമായി. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോക്കൂ. പട്ടികയിൽ നൽകിയ ആവാസ വ്യവസ്ഥകളിൽ ജീവിക്കാനിടയുള്ള ഏതെങ്കിലും 4 ജീവികൾക്ക് ഉദാഹരണം എഴുതുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ കുളങ്ങൾ, തോടുകൾ, കാവുകൾ, വയലുകൾ എന്നീ ആവാസ വ്യവസ്ഥകളിൽ ജീവിക്കുന്ന ഏതെങ്കിലും 4 ജീവികളുടെ പേര് എഴുതാം. നിങ്ങൾക്കറിയാം അല്ലേ, മീനുണ്ട്, തവളയുണ്ട്, പാമ്പുണ്ട് അല്ലേ, അതൊക്കെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 ജീവികൾക്ക് ഉദാഹരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ. നൽകിയിട്ടുള്ള ഏതെങ്കിലും ഒരു ആവാസ വ്യവസ്ഥക്കുണ്ടായ മാറ്റം ആ പ്രദേശത്ത് ജീവികളെ എങ്ങനെ ബാധിച്ചിട്ടുണ്ടാവും? 1, 2 ഉദാഹരണങ്ങളുടെ സഹായത്തോടെ വ്യക്തമാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോൾ കുളങ്ങൾ കുറഞ്ഞു, തോടുകൾ കുറഞ്ഞു, കാവുകൾ കുറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഉണ്ടായ മാറ്റം ആ മറ്റുള്ള ജീവികളെ എങ്ങനെ ബാധിച്ചിട്ടുണ്ടാവും എന്നാണ് ഉള്ളത് അല്ലേ. അപ്പോൾ എങ്ങനെയായിരിക്കും? കുളങ്ങളും തോടുകളൊക്കെ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി കേട്ടോ നിങ്ങൾ. അപ്പോൾ കുളത്തിൽ എന്തുണ്ടാവും? മത്സ്യങ്ങളുണ്ടാവും. ആ മത്സ്യങ്ങളെ തിന്നിട്ട് ജീവിക്കുന്ന മറ്റുള്ള ജീവികൾ തവളകളുണ്ടാവും. അപ്പം ഇതിൻ്റെയൊക്കെ എണ്ണത്തിൽ എന്ത് വന്നു? കുറവ് വന്നു അല്ലേ, എണ്ണത്തിൽ കുറവ് വന്നു. അപ്പോൾ അവരുടെ മറ്റുള്ള ജീവികളെ, ഓരോ ജീവികളും കുറയുമ്പോൾ എന്ത് സംഭവിക്കും? കുളങ്ങൾ കുറയുമ്പോൾ തന്നെ അവിടെ ജീവിക്കാനുള്ള ജീവികളുടെ എണ്ണത്തിലും ഗണ്യമായ കുറവുകൾ വരും. അപ്പോൾ പിന്നെ അടുത്ത് അതിനെ കഴിച്ച് ജീവിക്കുന്ന മറ്റ് ജീവികൾക്ക് എന്ത് ഉണ്ടാവില്ല? ഭക്ഷണം കിട്ടാണ്ട് വരും. അപ്പോൾ അവരും ഇങ്ങനെ കുറഞ്ഞ് വരും. അപ്പോൾ നമ്മളുടെ എല്ലാ രീതിയിലും എന്ത് ചെയ്യുന്നുണ്ടാവും? ആ ജീവികളെ നന്നായി ബാധിച്ചിട്ടുണ്ടാവും. ജീവികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ടാവും. സി ക്വസ്റ്റ്യൻ നോക്കൂ. ഈ പ്രദേശത്ത് ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനം വിശദീകരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? കുളങ്ങളൊക്കെ വീണ്ടും നിർമ്മിക്കുക അല്ലേ. കുളങ്ങളൊക്കെ കുളങ്ങൾ, തോടുകൾ ഇതൊക്കെ വൃത്തിയാക്കുക, പുനരുദ്ധരിപ്പിക്കുക അല്ലേ, പുനരുജ്ജീവിപ്പിക്കുക. അതായത് തോടുകൾ എന്നിവയൊക്കെ വീണ്ടും ഉണ്ടാക്കുക അല്ലേ. കുളങ്ങൾ, തോടുകളൊക്കെ ഉണ്ടാക്കുക. പിന്നെന്താണ്? വയലുകളും ഒന്നും നശിപ്പിക്കാതിരിക്കുക അല്ലേ. വയൽ നികത്തുന്നതൊക്കെ വയലൊന്നും നികത്താതിരിക്കുക, വയൽ നികത്താതിരിക്കുക. പിന്നെന്ത് ചെയ്യാൻ പറ്റും? തോടുകളൊക്കെ വൃത്തിയാക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളാണ്. നമുക്ക് പ്രവർത്തനം 4 ചിത്രീകരണം ശ്രദ്ധിക്കുക. അതായത് സൈക്കിൾ തന്നിട്ടുണ്ട്, സൈക്കിളിൻ്റെ ഭാഗങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളിൽ നടക്കുന്ന ചലനങ്ങൾ, മൂവ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സൈക്കിൾ ടയറിലെ വാൽവ് ട്യൂബിൻ്റെ ചലനം. വാൽവ് ട്യൂബിൻ്റെ ചലനം എന്തായിരിക്കും? വാൽവ് ട്യൂബ് ഇതാണ് അല്ലേ. അപ്പോൾ എന്തായിരിക്കും വാൽവ് ട്യൂബിൻ്റെ ചലനം? വർത്തുള ചലനം അല്ലേ. പെഡലിൻ്റെ ചലനം എന്തായിരിക്കും? പെഡലിൻ്റെ ചലനവും എന്ത് തന്നെയാണ്? വർത്തുള ചലനം തന്നെയാണ്. പിന്നെ ടയറിൻ്റെ ചലനം എന്തായിരിക്കും? ഭ്രമണമായിരിക്കും അല്ലേ, ഭ്രമണം. സൈക്കിൾ ബെല്ലിൻ്റെ ശബ്ദത്തിന് ആധാരമായ ചലനം ഏതായിരിക്കും? ബെല്ലിൻ്റെ ശബ്ദത്തിന് ആധാരമായ ചലനം അതേതായിരിക്കും? എന്തായിരിക്കും? കമ്പനം. അപ്പോൾ ഏതൊക്കെയാണ്? സർക്കുലർ മോഷൻ അല്ലേ, സർക്കുലർ മോഷൻ. ഭ്രമണം എന്താണ്? റൊട്ടേഷൻ. ലാസ്റ്റത്തെ വൈബ്രേഷൻ. അപ്പോൾ ഇതാണ് മൂവ്മെൻറ്റ്സ്.
ഈ ക്വസ്റ്റ്യൻ നോക്കൂ. സൈക്കിൾ ചെയിനിന് പകരം മറ്റെന്തെല്ലാം സംവിധാനങ്ങൾ ഉപയോഗിച്ചാൽ പെഡലിൽ പ്രയോഗിക്കാനുള്ള ബലം കൊണ്ട് ചക്രത്തെ കറക്കാൻ സാധിക്കും? അപ്പോൾ ഏതൊക്കെ ഉപയോഗിക്കാൻ പറ്റും? പിന്നെ നമുക്ക് ആ ചെയിനിന് പകരം നമുക്ക് എന്താണ്, ബെൽറ്റ് അല്ലേ, ബെൽറ്റ് ഉണ്ട്. പിന്നെ ആക്സിൽ ഉണ്ട്. പിന്നെ വേറെന്ത് ഉപയോഗിക്കാൻ പറ്റും? നമ്മൾ കുറച്ച് മുമ്പ് പ്രവർത്തനം 5. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നത് കുറച്ച് മാഗ്നറ്റുകളുടെ, കാന്തങ്ങളുടെ ചിത്രങ്ങളാണ് അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ എന്താണ്, ചിത്രത്തിൽ നൽകിയ കാന്തങ്ങളുടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഏതാണ്, ബാർ മാഗ്നറ്റ് അല്ലേ, ബാർ മാഗ്നറ്റ്. രണ്ടാമത്തെയോ യു ഷേപ്ഡ് മാഗ്നറ്റ്. മൂന്നാമത്തെയോ റിംഗ് മാഗ്നറ്റ്. ഇത് ആർക്ക് ഷേപ്ഡ് മാഗ്നറ്റ്. ഇനി തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ മിനി മോട്ടറിൽ ഉപയോഗിക്കുന്ന കാന്തം ഏതാണ്? ആർക്ക് മാഗ്നറ്റ് ആണ്. ഏതാണ് മക്കളെ? ആർക്ക് മാഗ്നറ്റ്. ഇനി സി ക്വസ്റ്റ്യൻ നോക്കൂ. എന്താണ് സി ക്വസ്റ്റ്യനിൽ? കാന്തം ഉപയോഗപ്പെടുത്തുന്ന മറ്റു 2 ഉപകരണങ്ങളുടെ പേരെഴുതുക. അത് നമ്മുടെ ഫാനുണ്ട്, മോട്ടറുണ്ട് അല്ലേ. കാന്തം ഉപയോഗിക്കുന്ന ഏതെങ്കിലും 2 ഉപകരണങ്ങളുടെ പേര് നിങ്ങൾക്ക് എഴുതാം. ഒരുപാട് സാധനങ്ങളുണ്ട് കാന്തം ഉപയോഗിക്കുന്ന അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ പേര് എഴുതുക, ഏതെങ്കിലും 2 എണ്ണം. താഴെ പറയുന്നതിൽ കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്? ലോഡ് സ്റ്റോൺ ആണോ, അൽനിക്കോയാണോ, നിയോഡിമിയം ആണോ, സമീറിയം ആണോ? ഏതാണ്? അൽനിക്കോ. രണ്ടാമത്തെയാണ് ശരിയായ ഉത്തരം. പ്രവർത്തനം 6 നോക്കൂ. എപ്പോഴും മഞ്ഞ് മൂടി കിടക്കുന്ന പ്രദേശങ്ങളിലും അല്ലാത്തിടത്തും സസ്യ അവശിഷ്ടങ്ങൾക്ക് വരുന്ന മാറ്റം കണ്ടെത്തുന്നതിനായി നടത്തിയ പരീക്ഷണത്തിൻ്റെ ചിത്രീകരണമാണ് നൽകിയിരിക്കുന്നത്. ഇത് നോക്കിയിട്ട് നിങ്ങളോട് താഴെ കൊടുത്തിരിക്കുന്ന സബ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ നോക്കുന്നത്? ആദ്യത്തെ ഭരണി ഫ്രിഡ്ജിലിരിക്കുക, രണ്ടാമത്തെ മേശപ്പുറത്ത് വച്ചിരിക്കുകയാണ്. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കണേ? ഒന്നാമത്തെ ഭരണിയിലെ ഇലയ്ക്കും രണ്ടാമത്തെ ഭരണിയിലെ ഇലയ്ക്കും 1 മാസത്തിന് ശേഷം സംഭവിക്കുന്ന മാറ്റം എന്തായിരിക്കും? ഒന്നാമത്തെ ഭരണിയിലെ ഇലയ്ക്ക് എന്ത് സംഭവിക്കും? മാറ്റമൊന്നും വരുന്നില്ല അല്ലേ, മാറ്റമൊന്നും സംഭവിക്കില്ല. രണ്ടാമത്തേനോ? രണ്ടാമത്തെ ഭരണിയിലേക്ക് എന്ത് ചെയ്യുന്നു? വിഘടനം സംഭവിക്കുന്നു, അതായത് ഡീകമ്പോസ് ചെയ്തു പോകുന്നു അല്ലേ, വിഘടനം സംഭവിക്കുന്നു. അതിന് കാരണം എന്തായിരിക്കും? നിങ്ങളുടെ കണ്ടെത്തലിനെ ന്യായീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താ? ഒന്നാമത്തേൽ എന്താ സംഭവിക്കുന്നത്? വിഘാടകർക്ക് അല്ലേ, വിഘാടകർക്ക് ഡീകമ്പോസേഴ്സിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. വിഘാടകർക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല ഒന്നാമത്തേൽ. മനസ്സിലായോ? ഒന്നാമത്തെ ഭരണിയിൽ എന്താണ്? വിഘാടകർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല, അതായത് ഡീകമ്പോസേഴ്സിന് പ്രവർത്തിക്കാൻ കഴിയില്ല. ക്ലിയർ ആയോ? രണ്ടാമത്തെ ഭരണിയിലാണ് എന്ത് ചെയ്യുന്നത്? വിഘാടകർക്ക്, അതായത് ഡീകമ്പോസേഴ്സിന് പ്രവർത്തിക്കാൻ കഴിയുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികൾ ആവാസ വ്യവസ്ഥയിൽ വഹിക്കുന്ന പങ്ക് വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഇവരെന്ത് ചെയ്യും? ജൈവാവശിഷ്ടങ്ങൾ, ബയോവേസ്റ്റിനെയൊക്കെ എന്താണ്? ജൈവാവശിഷ്ടങ്ങളെ എന്ത് ചെയ്യും? ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കും. ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ചിട്ട് എന്ത് ചെയ്യും? മണ്ണിൽ ചേർക്കും. ജൈവാവശിഷ്ടങ്ങൾ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കും. അല്ലേ? ബയോവേസ്റ്റിനെയൊക്കെ മണ്ണിൽ ഡീകമ്പോസ് ചെയ്ത് ചേർക്കും അല്ലേ, മണ്ണിൽ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കും. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു കുട്ടിയുടെ അഭിപ്രായമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. കൊളസ്ട്രോൾ ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുന്നതിനാൽ ഞാൻ കൊഴുപ്പടങ്ങിയ ഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കാൻ തീരുമാനിച്ചു. കൊഴുപ്പടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? നമ്മൾ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ പറ്റില്ല അല്ലേ. ഭക്ഷണത്തിൽ കൊഴുപ്പടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. എന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? എനർജി, അതിന് നമുക്ക് വേണ്ട എനർജി ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്ലിയർ ആയോ? അപ്പോൾ പിന്നെ കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് ഗുണകരമല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതെന്തായിരിക്കും? അതുകൊണ്ട് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകും, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലും അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാകും? പലതരത്തിലുള്ള അസുഖങ്ങളും നമ്മുടെ ശരീരത്തെ അത് ബാധിക്കും അല്ലേ. അപ്പോൾ നമുക്ക് പലതര അസുഖങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ടാണ് കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് ഗുണകരമല്ല എന്ന് പറയുന്നത്. എന്നാൽ ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ആവശ്യം ഉണ്ട് തന്നെ, നമുക്ക് എനർജിക്ക് വേണ്ടിയിട്ടൊക്കെ യൂട്ടിലൈസ് ചെയ്യും അല്ലേ. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ അയഡിൻ ചേർക്കുമ്പോൾ കടും നീല നിറം ഉണ്ടാകുന്നവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഏതൊക്കെയാണ് കടും നീല നിറം ഉണ്ടാകുന്നതെന്ന് നോക്കൂ. ഏതൊക്കെയാണ്? ഇവിടെ പാൽ, മരച്ചീനി എന്നിവ, മരച്ചീനി കഞ്ഞിവെള്ളം എന്നിവ, മരച്ചീനി കോഴിമുട്ട എന്നിവ, ഇവയെല്ലാം. ഇതിലേതാണ് ശരിയായ ഉത്തരം? മരച്ചീനി കഞ്ഞിവെള്ളം. ഏതാണ്? രണ്ടാമത്തെയാണ് ശരിയായ ഉത്തരം. അതായത് നമ്മുടെ ടപ്പിയോക്കയും എന്താണ് റൈസ് വാട്ടറും. ടപ്പിയോക്കയും റൈസ് വാട്ടറുമാണ് എന്ത് ചെയ്യുന്നത്? കടും നീല നിറം കാണിക്കുന്നത്. എന്ത് ചേർക്കുമ്പോൾ? അയഡിൻ ചേർക്കുമ്പോൾ. പ്രവർത്തനം 8 നോക്കൂ. താഴെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്ലാവ്, പേര, മാവ്, കുടംപുളി, ജാതിമരം. നൽകിയിരിക്കുന്നതിൽ സ്വപരാഗണം നടക്കാൻ സാധ്യതയില്ലാത്ത സസ്യങ്ങൾ ഏതെല്ലാം? അതായത് സെൽഫ് പോളിനേഷൻ നടക്കാൻ സാധ്യതയില്ലാത്തത്, സ്വയം പരാഗണം നടക്കാൻ സാധ്യതയില്ലാത്ത സസ്യങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ ഏതൊക്കെയാണ്? ജാതിമരവും കുടംപുളിയും. ഏതൊക്കെയാണ്? ജാതിമരവും കുടംപുളിയും. ഇതാണ് എയുടെ ആൻസർ. ജാതിമരവും കുടംപുളിയും. ബി ക്വസ്റ്റ്യൻ എന്നാണ്? നിങ്ങളുടെ കണ്ടെത്തലിനെ ന്യായീകരിക്കുക, അതിനെ ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും കുടംപുളി, ജാതിമരം എന്നീ സസ്യങ്ങളിൽ എന്താണ്? യൂണിസെക്ഷൽ ഫ്ലവേഴ്സാണ്. അതെന്താണ്? യൂണിസെക്ഷൽ ഫ്ലവേഴ്സാണ്. അതായത് ഏകലിംഗ സസ്യങ്ങളാണ്. എന്താണ്? ഏകലിംഗ സസ്യങ്ങൾ, യൂണിസെക്ഷൽ ഫ്ലവേഴ്സാണ്. ഏകലിംഗ സസ്യങ്ങളായതുകൊണ്ടാണ് എന്ത് നടക്കാത്തത്? സ്വപരാഗണം നടക്കാത്തത്. ഇനി സ്വപരാഗണം 2 രീതിയിൽ നടക്കാറുണ്ട്. അവ ഏതെല്ലാമാണ്? ഏതെല്ലാം രീതിയിലാണ്? ഒന്ന് എന്താണ്? ഒരു പൂവിലെ പരാഗരേണുക്കൾ അതേ പൂവിൽ തന്നെ പതിക്കുന്നു അല്ലേ? എങ്ങനെയൊക്കെയാണ്? ഒരു പൂവിലെ എന്താണ് പരാഗരേണുക്കൾ, അതായത് പോളിനേറ്റേഴ്സ് അല്ലേ, പരാഗരേണുക്കൾ അതേ പൂവിൽ പതിക്കുന്ന രീതിയിൽ. പിന്നെയോ ഒരു പൂവിലെ പരാഗരേണുക്കൾ അതേ സസ്യത്തിലെ വേറൊരു പൂവിൽ, അതായത് ഒരു പൂവിലെ പരാഗരേണു അതേ പൂവിൽ തന്നെ, ആ പൂവിൽ തന്നെയാണ് എൻ്റെ പോളിനേഷൻ നടക്കുന്നത്. മറ്റൊന്ന് എന്താണ്? ഒരേ സസ്യത്തിലെ തന്നെ, അതായത് ഒരു പൂവിലെ എന്താണ് പരാഗരേണുക്കൾ ആ സസ്യത്തിലെ തന്നെ എന്താണ് ആ പ്ലാന്റിലെ തന്നെ മറ്റൊരു പൂവിലെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നത് കൊണ്ട്. മനസ്സിലായോ? അതായത് ഒന്ന് ആ ഫ്ലവറിൽ തന്നെ എന്ത് ചെയ്യുന്നു? പോളിനേഷൻ നടത്തുന്നു. മറ്റൊന്ന് എന്താണ്? ആ ഫ്ലവറിലെ മറ്റൊരു ഫ്ലവറിൽ പരാഗണ സ്ഥലത്ത് മറ്റേതിൻ്റെ എന്താണ് പരാഗരേണുക്കൾ അല്ലെങ്കിൽ പോളിനേഷൻ നടക്കുന്നത് കൊണ്ട്. മറ്റൊരു പൂവിൽ തന്നെ മറ്റൊരു പൂവിലേക്ക് പോളിനേഷൻ, സെയിം ഫ്ലവറിൽ ചെടിയിലെ പ്ലാന്റിലെ മറ്റൊരു പൂവിൽ എന്തെടുക്കുന്നു? പോളിനേഷൻ നടക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ആൻസർ കീയിലുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.